നമസ്കാരം. നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസിന്റെ അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ലേബർ കോഡ് കരട് വിജ്ഞാപനം കേരളത്തിലും. തൊഴിലാളി സംഘടനകളും മുന്നണിയും അറിയാതെ തൊഴിൽ വകുപ്പ് വിജ്ഞാപനം ഇറക്കിയത് 2021 തെളിയിക്കുന്ന വിവരങ്ങൾ പുറത്തെത്തി. എന്നാൽ കോഡ് നടപ്പാക്കാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ട് തുടർ നടപടികൾ ഉണ്ടായിട്ടില്ലെന്നാണ് മന്ത്രി വി ശിവൻകുട്ടിയുടെ ന്യായീകരണം. ലേബർ കോഡിനെതിരെ രാജ്യമെമ്പാടുമുള്ള വിവിധ തൊഴിലാളി സംഘടനകൾ പ്രതിഷേധം തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ വിട്ടു. 2 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിടാൻ കൊല്ലം വിജിലൻസ് കോടതി ഉത്തരവിട്ടത്. നാളെ വൈകിട്ട് 5 മണി വരെയാണ് കസ്റ്റഡി കാലാവധി. അതിനുശേഷം കോടതിയിൽ ഹാജരാക്കണം. പത്മകുമാറിന് നേരെയുള്ള പ്രതിഷേധം കണക്കിലെടുത്ത് കോടതി പരിസരത്ത് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ എ പത്മകുമാറിനെതിരെ CPIM നടപടി വൈകുന്നതിൽ CPIക്ക് ആശങ്ക. നടപടി വൈകിക്കുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് CPI വിലയിരുത്തൽ. ഇന്നലെ ചേർന്ന CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലാണ് നേതാക്കൾ ആശങ്ക പങ്കുവച്ചത്. കരുനാഗപ്പള്ളിയിൽ ടിയർ ഗ്യാസ് പരിശീലനത്തിനിടയിൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിക്ക്. ടിയർ ഗ്യാസ് പൊട്ടിയാണ് ഉദ്യോഗസ്ഥർക്ക് പരിക്കേറ്റത്. പരിക്കേറ്റ 3 പോലീസ് ഉദ്യോഗസ്ഥരെ ചാവറ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ തുടരും. SIR നീട്ടിവെക്കണമെന്ന കേരളത്തിന്റെ ഹർജിയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സത്യവാങ്മൂലം നൽകാൻ സുപ്രീംകോടതി നിർദ്ദേശിച്ചു. അടുത്ത മാസം 2-ന് ഹർജികൾ വീണ്ടും പരിഗണിക്കും. നിലവിൽ കേരളത്തിലെ പ്രശ്നം വ്യത്യസ്തമാണെന്ന് ചീഫ് ജസ്റ്റിസ് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സൂചിപ്പിച്ചു. പാലക്കാട് വിദ്യാഭ്യാസ ധനസഹായത്തിനായി പട്ടികവർഗ വിദ്യാർത്ഥികൾ നൽകിയ അപേക്ഷകൾ പുഴയരികിലെ കുറ്റിക്കാട്ടിൽ നിന്നും കണ്ടെത്തി. കൊല്ലങ്കോട് ട്രൈബൽ ഓഫീസിൽ നൽകിയ 15ഓളം അപേക്ഷകളാണ് യാക്കര പാലത്തിന് സമീപം തള്ളിയത്. ജോലിക്കെത്തിയ KSEB ജീവനക്കാരാണ് അപേക്ഷകൾ കണ്ടെത്തിയത്. കൂടുതൽ വാർത്തകൾക്ക് വേണ്ടി കേൾക്കൂ നാഷണൽ ബ്രോഡ്കാസ്റ്റിംഗ് ന്യൂസ് ഇന്ത്യ ഗൾഫ് അപ്ഡേറ്റ്സ്.